എന്റെ ഇവന്റ് കമ്പനിയുടെ എന്റെയും പേരില്ലാതാക്കാൻ വേണ്ടി ആരോ ചെയ്തതാ. ഇത് ചെയ്തവനെ കൈ കിട്ടിയാലുണ്ടല്ലോ 2 എണ്ണം പൊട്ടിക്കായിരുന്നു. ജാനകി, ആരാണെങ്കിൽ ഞങ്ങളോട് പറയും. നിനക്ക് അവരെ അറിയാമെങ്കിൽ എന്നോട് പറയേ. ഒരു തെറ്റു സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നമ്മളെ അപകടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ആരായാലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് മാത്രം ഒന്ന് പറയേ. നിങ്ങൾ ഈ അവസ്ഥയില് ആരാ നിങ്ങൾ എങ്ങനെ ആക്കിയത്? ആ ആക്സിഡന്റ് ഉണ്ടായത് എങ്ങനെയാണ്? ആരാ അതിന് കാരണം? ഇത്രയ്ക്ക് ശത്രുത ആർക്കാ നിങ്ങളോട്? ഇപ്പൊ ശരിയായി. ജാനകി ആന്റി, ജാനകി ആന്റി, എനിക്കറിയാം രാധിക ആന്റി ആന്റിയോട് എന്താ പറഞ്ഞതെന്ന്. ഇപ്പൊ നമുക്ക് പുറത്തേക്ക് പോവാം. ആന്റി ആ ആളെ അവിടെ കാണുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും എന്നോട് പെട്ടെന്നൊന്ന് പറഞ്ഞാ മതി. എന്തെങ്കിലും കാണിച്ചാ മതി. കണ്ണ് ചിമ്മിയോ തലയാട്ടിയോ ഞാൻ എപ്പോഴും ആന്റിയുടെ പുറകെ തന്നെ ഉണ്ടാവും. ആന്റിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. ആന്റിക്ക് ആ ആളെ കാണാൻ കഴിഞ്ഞാൽ എനിക്കൊരു സൂചന മാത്രം തന്നാ മതി. അയാൾ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ശത്രു ആരാണോ അയാൾ ഇവിടെ തന്നെയുണ്ട്. അയാൾ എത്ര അപകടകാരിയായിരിക്കും. അയാൾ എന്നെ മർഡർ ചെയ്താലോ? ഞാൻ അയാളെ വിടില്ല. ജാനകി ആന്റി, ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തിട്ട് വരാം. കിരൺ, കിരൺ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ നിക്ക്. ഞാൻ പറയുന്ന കേക്ക്. നിനക്കെന്തോ ഒന്നും മനസ്സിലാകാത്തെ? എത്ര നല്ല സ്ഥലമല്ലേ. ഇവിടെ നീയും ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഇതൊരു നല്ല അവസരമാ, ശരിയല്ലേ? നോക്കൂ കിരൺ, ഞാൻ നിന്നെ മനസ്സിലാക്കിപ്പിക്കാനാ ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്, മനസ്സിലാക്ക. നമസ്കാരം. എവിടെ പോയി? നീ എവിടെ ഒളിച്ചിരിക്കുവാണല്ലോ? ഞാൻ നിന്നെ കൊണ്ട് മടുത്തു. നീ എത്ര ഇറിറ്റേറ്റിംഗ് ആണ്. നോക്ക്, എന്നാ പിന്നെ നിനക്ക് ഞാൻ പറയുന്ന കേൾക്കണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിന് മനസ്സിലാക്കണ്ടെങ്കിൽ ശരി, ഫൈൻ. പക്ഷെ ഞാൻ നിന്റെ ഈ പൊട്ടത്തരത്തിന് ഒരിക്കലും കൂട്ടി നിൽക്കില്ല. ഗോഡ്, നിന്റെ ഈ ചെയ്തികളൊക്കെ എത്ര ഐഡിയോട്ടിക് ആണെന്നോ. എന്റെ തല പൊട്ടി പോകുന്ന പോലെയുണ്ട്. നീ പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ പോ. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. ഓക്കേ, നീ എന്നെ കാണാണ്ട് വിഷമിച്ചു പോയല്ലേ? എനിക്കത് ശീലമായി പോയി. ഞാൻ എവിടെ പോയാലും പെമ്പിളർ എന്റെ പിന്നാലെ ഉണ്ടാവും. പക്ഷെ നിന്റെ അത്രയും പിന്നാലെ നടന്നവരായിട്ട് മറ്റാരും തന്നെ ഇല്ല മോളെ. സത്യമായിട്ട് ഞാൻ ഈ പറയുന്നേ. ഈ വർഷത്തെ എന്റെ ഏറ്റവും മികച്ച ക്രേസി ആൻഡ് മാഡ് ഫാനുള്ള അവാർഡ് പ്രീത അറക്കലിനാണ്. നീ ഇനി ഒരു അക്ഷരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് പോയി കളയും. പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. ഓക്കേ, നിക്ക് ഒരു മിനിറ്റ്. കിരൺ, അവിടെ ഒന്ന് നിൽക്കുന്നേ ഒരു സെക്കൻഡ്. എത്ര നേരം ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നു. 2 മിനിറ്റ് നിക്ക്. ഞാൻ എനിക്ക് കേൾക്കണ്ട പെണ്ണെ. എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്താ പറയാൻ പോകുന്നതെന്ന്. ഐ ഹേറ്റ് യു കിരൺ. അവൻ എത്ര നല്ലവനാ, എത്ര സത്യസന്ധനാ അവൻ. ബ്ലാ ബ്ലാ ബ്ലാ. ഒരു മായയില്ലാത്ത ശുദ്ധനായ മനുഷ്യൻ വന്നിരിക്കുന്നു, റൈറ്റ്? ഒരു മിനിറ്റ്, നീ ആരെ പറ്റിയാ സംസാരിക്കുന്നേ? നീ അത്രയ്ക്കങ്ങ് പൊട്ടിയായി കളിക്കല്ലേ. നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ പൃഥ്വിയെ പറ്റിയെ പറയുന്നേന്ന്. നീ ഇനിയും അവനെ ആരതിയൊക്കെ എടുത്ത് പാട്ടും പാടി വെഞ്ചാമരം വീശിയിരിക്കെ. നിനക്ക് മറ്റാരും കാണാൻ കഴിയില്ല. നീ എന്തിനാണ് ആ കുരങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊഴുത്തി പാടി നടക്കുന്നത്? അവന് ചുറ്റും കണ്ണൊന്ന് തുറന്നു നോക്ക്. എത്ര കൂൾ ഹാൻസം പയ്യന്മാരുണ്ട്. അവരൊന്നും കാണാൻ കഴിയുന്നില്ലേ? നീ അവനെയും ചുറ്റിക്കൊണ്ട് നടന്നോ, ഗ്രഹങ്ങൾ വലം വെക്കുന്ന പോലെ, റൈറ്റ്? നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ നിന്നെ പോലെയല്ല അവിടെ ഇവിടെ ആളുകളെ തിരിഞ്ഞു നടക്കാൻ. നിനക്ക് എന്നെ ഇഷ്ടമല്ലേടി? ഐ മീൻ, നീ എന്നെ പറ്റി എന്താ വിചാരിക്കുന്നത് പ്രീത? വേൾഡ്സ് കൂളസ്റ്റ് പേഴ്സൺ ദി കിരൺ നമ്പ്യാർ. വേൾഡ്സ് കൂളസ്റ്റ് പേഴ്സൺ.
ഇങ്ങനെയൊന്നും അല്ല വേൾഡിലെ കൂളസ്റ്റ് ആളുകൾ. മാന്യതയുള്ള ആളുകളെ അവരെ മനഃപൂർവ്വം മുറിവേൽപ്പിക്കാറില്ല. നീ ആ പൃഥ്വിയുടെ കാലിൽ ചവിട്ടിയില്ലേ? ഇപ്പൊ കണ്ടില്ലേ ഈ പാർട്ടിയിൽ മുഴുവൻ അവൻ ഞൊണ്ടി ഞൊണ്ടി അത് അവന് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട് പെണ്ണെ. നീ സൂക്ഷിച്ചു നോക്കിയേ, അത് അവന്റെ എക്സ്പ്രഷനുമായിട്ട് എത്ര നന്നായിട്ട് മാച്ച് ചെയ്യുന്നതെന്ന്. അവന്റെ ആ നാണം കെട്ട ലജ്ജയില്ലാത്ത താന്തോന്നിയുള്ള എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു, നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു കുരങ്ങനെ പോലെ. പിന്നെ ആ വൃത്തിയായിട്ടൊന്റെ ഞൊണ്ടലുണ്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു വില്ലൻ തന്നെയാടി. നീ എത്ര ദുഷ്ടനാണ്. പാവം അവനെ ചവിട്ടിയതും പോരാ, അവൻ അവന്റെ മര്യാദ ഉള്ളത് കൊണ്ട് മിണ്ടാതെ നിന്നെ. ഓഹോ, അവൻ തന്നെ ഒരു അപകടവാ. പിന്നെ അവൻ ആരോട് എന്ത് മര്യാദ കാണിക്കാനാ മാഡം? ഒരു കാര്യം നീ ഓർത്തോടി, അവന്റെ ആ നല്ലവിള ആക്ടിംഗ് ഉണ്ടല്ലോ നിന്നെ മന്ദബുദ്ധിയാക്കാൻ വേണ്ടിയാ. പാവ എന്റെ പൃഥ്വി, നല്ലവനാ എന്റെ ഏട്ടൻ, നല്ല കുട്ടിയാ. അവൻ പാവമാണെങ്കിൽ വേറെ പെമ്പിളരുടെ പുറകെ പോട്ടെ. നിനക്ക് പറ്റിയ ചെക്കൻ നിന്റെ മുന്നിൽ തന്നെ നിൽക്കല്ലേ മോളെ, ദ ഹാൻസം കിരൺ നമ്പ്യാർ. Agree or not? എന്താ പെണ്ണെ കാണിക്കുന്നേ? നിന്റെ മോതിരം കൊണ്ടു. ഓ, പൃഥ്വി വില്ലനൊന്നുമല്ല. അവൻ ഒരല്പം എക്സ്ട്രാ മര്യാദക്കാരനാ. പിന്നെ എനിക്ക് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോ ആണ്. മനസ്സിലായോ നിനക്ക്? ഹീറോ? ആ മന്ദബുദ്ധി സീറോ ആടി, സീറോ. എന്റെ പ്രീത അറക്കൽ, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു നിന്റെ കണ്ണൊന്ന് കൊണ്ടുപോയി പരിശോധിക്കാൻ, എന്നിട്ട് നിന്റെ മെന്റൽ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാ. കമോൺ, നിന്റെ അവസ്ഥ എത്ര ക്രിട്ടിക്കൽ ആണെന്നോ. ഇപ്പൊ ഞാൻ നിന്നെ എങ്ങനെ രക്ഷിക്കാ? നിനക്കൊന്നും മനസ്സിലാവില്ലേ? അവനൊരു 1-ാം നമ്പർ നുണയനും താൻ തോന്നിയ അലവരാതിയുമാണെന്നും. എങ്ങോട്ടാടി പോന്നേ? നിക്ക്, നിനക്കവൻ ഹീറോ ആണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. നീ അവനോട് പറഞ്ഞത് തെളിയിച്ചു കാണിക്ക. സമയാകുമ്പോ ഞാൻ പറഞ്ഞോളാം. അവൻ അത് തെളിയിച്ചു തരികയും ചെയ്യും. എനിക്ക് അവനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നീ കാരണോ പൃഥ്വി, നീ ഒറ്റൊരുത്തം കാരണം. നീ കാരണോ പ്രീതിയുടെ ലൈഫിൽ എനിക്ക് ഇത്രയും തരം താഴേണ്ടി വന്നത്. പക്ഷെ നിനക്ക് അവളുടെ കാലിൽ ചെരിപ്പാവാനുള്ള യോഗ്യത പോലും ഇല്ല. ബ്ലഡി റാസ്കൽ. ഇവിടെ എങ്ങോ ആരും. സൃഷ്ടി മോളെ അങ്ങോട്ട് നോക്ക്. ആ തെമ്മാടി അവിടെയോ വിളിച്ചിരിക്കുന്നേ. ഇതിന്റെ അർത്ഥം എന്റെ ഭഗവാനെ, ഇനി അവനെങ്ങാനും എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമോ എന്തോ. എന്റെ ദൈവമേ, എന്റെ സൃഷ്ടിയെ രക്ഷിക്കണേ, എന്റെ സൃഷ്ടിയെ രക്ഷിക്കണേ. അവൾ എന്നെ ഇവിടെ കണ്ടാൽ ഇതുവരെ ഞാൻ കളിച്ച എല്ലാ ഗെയിമും ഇതോടെ അവസാനിക്കും. കാരണം ഈ സൃഷ്ടി പുന്നാരമോൾക്കറിയാം ഇവിടെ ഒളിച്ചിരിക്കുന്ന ആൾ 2 കുടുംബങ്ങളുടെ ശത്രുവാണെന്ന്. ഇല്ല, ഞാൻ അതിനെ അനുവദിക്കില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ പ്ലാൻ പൊളിയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ കള്ളം പറഞ്ഞാൽ ഇവള് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവള് പ്രീതയോട് പോയി പറഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഇവളൊരു ഓവർ സ്മാർട്ടാണ്. എന്ത് ചെയ്യും?
അമ്മേ വരുന്നു. നീ ഇതെന്തായി ചെയ്യുന്നേ? ജാനകി ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയിരിക്കണോ? അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ജാനകി എന്റെ അയാളെ കണ്ടെന്ന്, നമ്മുടെ ശത്രുവിനെ. അമ്മേ ഐ സ്വേർ ജാനകി ആന്റി എന്നെ കണ്ണടച്ച് കാണിച്ചതാ. ഞാൻ ആന്റിയോട് അയാളെ കണ്ട സൂചന തരണമെന്ന് പറഞ്ഞിരുന്നതാ. ആന്റി ഒരു അടയാളം കാണിച്ചു. ആ മുറിയിലേക്ക് തന്നെ ആന്റി നോക്കിയിരിക്കായിരുന്നു. അയാൾ ഇവിടെ തന്നെ ഉണ്ട്. അകത്തോ? അമ്മേ പക്ഷെ ഞാൻ നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. ഞാൻ കർട്ടന്റെ പുറകെ നോക്കി, ബാത്റൂമിൽ നോക്കി, എല്ലായിടത്തും നോക്കി. എനിക്ക് ദേഷ്യം വരുന്നു. സൃഷ്ടി, നീ ഇതെന്തായി ചെയ്യുന്നേ? നിനക്കറിയാൻ വയ്യ, അയാൾ ജാനകിയുടെ ജീവനെടുക്കാൻ നോക്കിയിരിക്കുകയാണ്. അവൻ ചിലപ്പോ ജാനകിയെ കൊല്ലാൻ തന്നെ ഇടയുണ്ട്. നീ ഇവളുടെ കൂടെ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നല്ലേ? നീ എന്തിന് ഇവിടുന്ന് പോയി? ഒരു അടി വെച്ച് തന്നു. എനിക്കറിയാമിട തെമ്മാടി നീ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ എനിക്കിപ്പോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. ഇനി നീ വാ. വാവ്, ഫാന്റാസ്റ്റിക്. നിന്റെ ഒരു കാര്യം. ഒരിക്കൽ കൂടി എന്റെ ലക്ക് എനിക്കൊപ്പം നിന്നു. എന്റെ ഭാഗ്യം എന്നെ എപ്പോഴും തുണയ്ക്കുന്നുണ്ട്. ഉറപ്പുള്ള കാര്യമാണ്, അവസാന വിജയവും പൃഥ്വിക്കൊപ്പമായിരിക്കും. ഇനി എനിക്ക് ആ ജാനകി കിഴവെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ ഹീറോയിസവും എന്റെ പ്രവൃത്തികളും കണ്ട് എല്ലാവരും ഞെട്ടി തരിച്ചു പോകും. ആർക്കും ഒന്നും പിന്നെ പറയാനുണ്ടായില്ല. പിന്നെ ജാനകി കിഴവി, നിന്നെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നീ അലറി വിളിച്ച് എന്ത് തന്നെ പറഞ്ഞാലും പൃഥ്വി എന്നെ കൊല്ലാൻ നോക്കിയെന്നോ, സിന്ദൂര ഹാളിന് തീയിട്ടെന്നോ, ഇനി അതല്ല ഈ കാര്യമാണെങ്കിൽ കൂടി പ്രീതയുടെ ജീവിതം ഞാൻ നരകമാക്കാൻ നോക്കുന്നതും കൂടി പറഞ്ഞാൽ പോലും നോ വൺ ബിലീവ് യു. എന്താണെന്നറിയോ, എല്ലാവരും നിന്റെ മാനസിക നില തകർന്നെന്നാണ് കരുതിയിരിക്കുന്നത് ആക്സിഡന്റ് മൂലം. നീ നോക്കിക്കോ ജാനകി കിഴവി, ഒരിക്കൽ ഞാൻ എല്ലാവർക്കും മുന്നിൽ ഹീറോ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വില്ലനായി നിന്റെ വീട്ടിൽ നിന്നെ എങ്ങനെ ടോർച്ചർ ചെയ്യുമെന്ന് കണ്ടോ? നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്റെ വാടക ഗുണ്ടകൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, അതിനുശേഷം നീ കണ്ടോ. ഭാഷ, ബാക്കി ആളുകളൊക്കെ എവിടെയാണ്? ബാക്കി ആളുകൾ ബംഗ്ലാവിന്റെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും രോഗത്തേക്കില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടായാലേ എനിക്ക് ഫോൺ ചെയ്യണം. എല്ലാവരും ശ്രദ്ധിക്കണം. സത്യ, ചെല്ല്. അല്ല, ഞാൻ ആന്റിയെ നോക്കുമായിരുന്നു. ആന്റി ഇത് എങ്ങോട്ട് പോവാ? എനിക്ക് ആന്റിയോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഈ മൈലാഞ്ചിയിടൽ ചടങ്ങ് വളരെ കെങ്കേമമായി തന്നെയാണ് ആന്റി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അല്ല, നീ മൈലാഞ്ചി ഇട്ടില്ലല്ലോ? ഞാനിപ്പോ മൈലാഞ്ചി ഇടാൻ പോവുമായിരുന്നു. എന്നാ നീ അങ്ങോട്ട് കേൾക്ക്, എല്ലാവരും ഓരോ സ്ഥാനങ്ങളിൽ ചെന്ന് നിൽക്ക്. പിന്നെ അകത്ത് ചെല്ലുമ്പോൾ ആരും ആരുടെയും ശരിയായി പേര് വിളിക്കരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാല് തോക്ക് കാട്ടി പേടിപ്പിച്ചേക്കണം. ഇനി ആരെങ്കിലും തടയുവാൻ ശ്രമിച്ചാല് അവൻ അവിടെ തന്നെ കൊന്നു തള്ളിയേക്കണം. ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, മനസ്സിലായല്ലോ? ഇവർ ശരിക്കും നല്ല കാച്ചുകാരാണെങ്കിലേ നമ്മളെ മൂടാനുള്ള പണം ഇന്ന് നമുക്ക് കിട്ടുമെന്നുള്ളത് ഓർത്തുകൊള്ളുക. പക്ഷെ എങ്ങനെ അങ്ങോട്ട് കയറി പറ്റും? ബോസ്, ഞാൻ ഈ വീടിന്റെ 4 ചുറ്റും നന്നായി നോക്കി വെച്ചിട്ടുണ്ട്. പുറകിലെ വഴിയിൽ കൂടി പോകുന്നതാവും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് ബോസ്. എന്നാൽ ശരി, എല്ലാവരും മുഖംമൂടി വെച്ചോ. വന്നോളൂ. അമ്മേ, അമ്മയ്ക്കറിയോ, ജാനകി അവനെ ആ ഗസ്റ്റ് റൂമിന്റെ അടുത്ത് കണ്ടു.
നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ഏറ്റവും വലിയ ശത്രുവിനെ. ആര്? എവിടെ? അത് മുത്തശ്ശി, അയാൾ എവിടേക്കാ പോയെന്ന് അറിയില്ല. ഐ എം ഷുവർ അയാൾ ജാനകിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടാവും. എന്റെ കൺമുന്നിൽ അയാൾ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. പക്ഷെ അയാൾ ഈ പാർട്ടി തന്നെ ഉണ്ട്. അമ്മേ, ഞാൻ പറയുന്നത് സദാസമയം ജാനകിയുടെ മേല് നമ്മുടെ കണ്ണുണ്ടായിരിക്കണമെന്നാ. കാരണം ജാനകിക്ക് അയാളെ അറിയാം. ഒരുപക്ഷെ അവൻ ജാനകിയെ വീണ്ടും ഉപദ്രവിച്ചാലോ? എന്റെ മോളെ, നീ നല്ല കാര്യം മാത്രം ആലോചിക്ക്. അങ്ങനെ ഒരു കുഴപ്പവും വരില്ല. നീ വിഷമിക്കാതിരിക്കും. ഞാൻ ഇവിടെ നന്നായി നോക്കിക്കൊണ്ടിരുന്നോളാം. ഞാൻ കിഴവിയായി പോയെന്ന് വെച്ചെന്താ, ഇപ്പോഴും എനിക്ക് നല്ല ബലമാ. എന്റെ മുമ്പിൽ വന്ന് പെട്ടാലുണ്ടല്ലോ അവനെ ഞാൻ ഇടിച്ച് തവിട് പൊടിയാക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഒന്നിനും സമ്മതിക്കില്ല. നീ ഇതെവിടെയായിരുന്നു? കിരൺ, വേറെ എവിടെ പോവാൻ ആന്റി? ഇവളുടെ ഹീറോയുടെ കൂടെ ആയിരുന്നു. ഏത് ഹീറോ? ഹീറോ? അതെന്റെ നാവൊന്ന് വിളിക്കാതെ മുത്തശ്ശി. അത് പിന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിപ്പോയി. ഞാൻ ഉദ്ദേശിച്ചത് സീറോ എന്നാ. സീറോ. പിന്നെയും പറയാൻ വന്നത് മാറിപ്പോയി. ഞാൻ ഈയിടെയായിട്ട് കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കുന്നുണ്ട്. ഇവള് പൃഥ്വി തേടി നടക്കായിരുന്നു. പൃഥ്വി എന്റെ ഹീറോ ആണ്, അതെല്ലാവർക്കും അറിയാവുന്നതുവാ. നീ അത് പറയേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ നീ എന്താ ഇവിടെ ചെയ്യുന്നത് കിരൺ? നിന്റെ വീട്ടില് പാർട്ടിയല്ലേ, നീ ഹോസ്റ്റ് അല്ലേ? അപ്പൊ ഹോസ്റ്റിന്റെ ഡ്യൂട്ടി നീ അല്ലേ ചെയ്യണ്ടേ? പിന്നെ നിനക്ക് ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ? അവര് നിന്നെ അവിടെ ഇവിടെ അന്വേഷിക്കുന്നുണ്ടാ. പോയി അവരെ അറ്റൻഡ് ചെയ്യേ. ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ തന്നെയാ. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ, സുഖാണോ മുത്തശ്ശിക്ക്? മൈ ഗേൾ ഫ്രണ്ട് നമ്പർ 2. മുത്തശ്ശി എന്നെ മിസ് ചെയ്തു അല്ലേ? ഷേ, ഞാൻ എന്തൊക്കെയാ പറയുന്നേ? ആരെങ്കിലും എന്നെ മിസ് ചെയ്യേണ്ടിരിക്കും അല്ലേ? എന്റെ ചോക്ലേറ്റ് ഹീറോ, നീ എന്നെ ഇങ്ങനെ ചുമ്മാ പഞ്ചാര അടിക്കാതടാ കൂട്ടാ. ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിയേണ്ട കാര്യമല്ലേ പൊന്നു? പക്ഷെ മുത്തശ്ശി, സ്നേഹിച്ച പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഹൃദയം ഞാൻ തന്നു കഴിഞ്ഞില്ലേ? നീ ഒന്ന് പോയേ. ഇന്നെങ്കിലും നിങ്ങൾ വഴക്കൊന്നും തുടങ്ങിക്കില്ലേ? അത് ഇന്നെങ്കിലും ഒന്ന് ഒഴിവാക്ക്. ശരി ആന്റി. ആന്റി പറഞ്ഞതുകൊണ്ട് ഞാൻ തുടങ്ങാൻ പോകുന്നില്ല വഴക്ക്. ഇത് കണ്ടോ, ഇവള് വീണ്ടും മുഖം കോണിക്കുന്ന കണ്ടോ? ഇവളെ എന്നോട് വഴക്കൂടാൻ വരുന്ന ആന്റി. പ്രീത, ഓക്കേ. ജാനകി ആന്റി ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇന്ന് കണ്ടിട്ട് ഓക്കെ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ തികച്ചും പെർഫെക്റ്റ് ആവണം. അത് കഴിഞ്ഞ് ഈ പ്രീതി ഒരുപാട് വഴക്ക് പറയണം. എന്നെ എന്തൊക്കെയാ അവള് പറയുന്നത്? ഞാനിപ്പോരാ. ഇവൻ എന്നെ നോക്കി നിൽക്കുമായിരുന്നോ? ഇവനിത് ഇവനിതെവിടാ പോയത്? ഒരു കാര്യം ചോദിച്ചോട്ടെ തോട്ടിക്കൊല്ലേ, നീ എന്തിനാ എന്റെ അടുത്ത് ഓടി വരുന്നത്? ആര്? ഞാനോ? അതെ. ഇല്ലല്ലോ. നോക്ക് ഡോണ്ടിനെ, ഞാൻ കണ്ടതാ. നീ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക. ഞാൻ എന്തിനാ നിന്നെ അവോയ്ഡ് ചെയ്യുന്നേ? അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? എന്റെ പൊന്നെ, നീ എന്തുമാത്രം നുണയാ പറയുന്ന സൃഷ്ടി. നിനക്ക് എന്താ സംഭവിച്ചത്? ഞാൻ നിന്നോട് ഇത്രമാത്രല്ലേ പറഞ്ഞത് നിനക്ക് ഷൈ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു ചെറിയ കാര്യം കേട്ടപ്പോ തന്നെ എന്റെ കവിള് രണ്ട് ചുവന്ന തുടുത്തല്ലോ. നീ എന്നെ അവോയ്ഡ് ചെയ്യാനും തുടങ്ങി. നീ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഞാനെന്താ അതൊക്കെ കേട്ടോണ്ടിരിക്കണോന്നാണോ? പിന്നെ നീ എന്തായി പറയുന്നേ? നാണം കൊണ്ട് എന്റെ കവിള് തുടുത്തു പോലും. ഞാൻ അങ്ങനെ നാണം കുടുങ്ങി ടൈപ്പ് ഒന്നും അല്ല. മനസ്സിലായോ നിനക്ക്? നോട്ട് ചെയ്ത് വെച്ചോ. ശരി, ഫൈൻ. എനിക്ക് തെറ്റുപറ്റി. പക്ഷെ ഞാൻ നിന്നെ നാണം കുടുങ്ങി എന്നൊന്ന് വിളിച്ചു എന്ന് കരുതി ഇതിലെത്ര തെറ്റെന്തായിരിക്കുന്നു? അതായത് നീ ഒന്ന് ചിരിച്ചപ്പോ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി. ആണോ? ക്യൂട്ടായിട്ട് തോന്നിയോ? ഒത്തിരി ക്യൂട്ടായിട്ട് തോന്നി. തന്നെയുമല്ല, ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് നാണം പെൺകുട്ടികൾക്ക് ഒരു ഭൂഷണമാണെന്ന്. അപ്പോ അവർക്ക് സൗന്ദര്യം കൂടാറുണ്ട്. പക്ഷെ നീ ആ ടൈപ്പ് അല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് എന്റെ തലച്ചോറിന്റെ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നാ. നീ ഷൈ ടൈപ്പ് ആണല്ലോ. എനിക്കെന്തായാലും വളരെ ഇഷ്ടമായി. നീ ഇന്ന് കുറച്ച് അധികം പഞ്ചാരടിക്കുന്നുണ്ടല്ലോ. എന്നെ കളിയാക്കൊന്നും അല്ലല്ലോ അല്ലേ? നീ എന്താ വിചാരിച്ചേ? ഞാൻ നുണ പറയാണെന്നോ?
എടാ നീ ഇങ്ങനെ ചോദ്യത്തിനുള്ള ഉത്തരം ചോദ്യമായിട്ട് തന്നെ തന്നാൽ എങ്ങനാ? അപ്പൊ എനിക്ക് മനസ്സിലാവണ്ടേ? ഒന്നെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ലെന്ന് പറ. നിന്റെ തലയിലെ കാര്യം സോർട്ട് ഔട്ട് ചെയ്ത് വെക്ക്. ഫൈൻ ഫൈൻ, എനിക്കാ തെറ്റ് പറ്റിയത്. എനിക്കാണ് വട്ട്. എന്റെ ജഡ്ജ്മെന്റ് ആണ് തെറ്റിയത്. നീ ശരിക്കും ആ ടൈപ്പ് തന്നെയാണോ? എക്സ്ക്യൂസ് മീ, ആ ടൈപ്പ് എന്ന് പറഞ്ഞു? Nutties.com. മന്ദബുദ്ധി.com. നീ ആദ്യം നിന്റെ മനസാക്ഷിയിലൊന്ന് തിരിഞ്ഞു നോക്ക്. ആരാ ജഡ്ജ്മെന്റിൽ എന്ന് ആദ്യം സ്വയം ജഡ്ജ് ചെയ്, എന്നിട്ട് ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യാം. മനസ്സിലായോ ബുദ്ധുസേ?